പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. ഏതു സാഹചര്യത്തിലാണ് തട്ടിപ്പുകാരനിൽ നിന്ന് 25 ലക്ഷം രൂപ താൻ വാങ്ങിയതെന്ന് വാർത്ത കൊടുത്ത മാധ്യമം തെളിയിക്കണമെന്നും അല്ലാത്തപക്ഷം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ എടുക്കാത്ത വ്യക്തിയാണ് താൻ. പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് വഴിയാണ്. കോൺഗ്രസ് BJP നേതാക്കൾ പണം കൈപ്പറ്റി എന്ന് തെളിയുമ്പോൾ ഇടതുപക്ഷത്തുള്ളവരും അത്തരക്കാരാണ് എന്ന് പൊതുവൽക്കരിക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമമായിട്ടാണ് തൻ്റെ പേര് വലിച്ചിഴച്ചത്. ഒരു മാധ്യമം എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മാധ്യമം ഞാൻ ഏതു സാഹചര്യത്തിലാണ് 25 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളത് തെളിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അത് ആവശ്യമായി വന്നാൽ വേണ്ട നിയമ നടപടിയിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ക്ഷണിച്ചിട്ട് അനന്തു കൃഷ്ണൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അവിടെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ താൻ തൻ്റെ വിയോജിപ്പാണ് പറഞ്ഞതെന്നും സി.വി. വർഗീസ് പറഞ്ഞു. വെട്ടിപ്പുകാരനെയും പണം സമാഹരിച്ച് അതിൻ്റെ വിഹിതം പറ്റി പ്രവർത്തിക്കേണ്ട യാതൊരു വിധമായ ബാധ്യതയും CPM-നെ സംബന്ധിച്ചിടത്തില്ല. തട്ടിപ്പുകാരുടെ വിഹിതം പറ്റി പ്രവർത്തിക്കേണ്ട ആവശ്യം CPIM-നില്ലെന്നും തെറ്റായ വാർത്തകൾ നൽകിയാൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി.